ഹലോ ഫ്രണ്ട്സ്, വീണ്ടും ഞാൻ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ തെങ്കാശിയിലുള്ള അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ നടക്കാനൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ രാവിലെ വൈകുന്നേരം കുറച്ച് നമ്മൾ നടക്കും. അപ്പോൾ ആ നടക്കുന്നതിന് നല്ലൊരു ഉന്മേഷം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു ആകാശം ഭയങ്കര രസമാണ്. അവിടെ നമ്മളെന്നെ ചികിത്സയൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അതിനോട് കുട്ടികളുടെ നടക്കവും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഡോക്ടർ തന്നെ പറയും കുറച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനും കൂടെ ഇതിനോട് ആ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നടക്കും. നമ്മൾ റോഡ് വിട്ട് അങ്ങോട്ട് പോകാൻ നമുക്കൊരു പേടിയാണ്, കാരണം നമുക്ക് അറിയാൻ വയ്യാത്ത സ്ഥലമാണല്ലോ. എന്നാലും പറയും കുഴപ്പമില്ല, ഈ ഹോസ്പിറ്റലിലുള്ളവരൊക്കെ ഇങ്ങനെ കുറേയൊക്കെ നടക്കുമെന്ന് പറയും. എന്നാലും നമ്മൾ റോഡ് വിട്ട് അങ്ങ് പോകുക, ആ കോമ്പൗണ്ടിനകത്ത് തന്നെ നമ്മളിങ്ങനെ നടക്കും കേട്ടോ. നല്ല രസമാണ് അവിടെ ഇങ്ങനെ നടന്ന് നമ്മളെ കാഴ്ചകളൊക്കെ കാണും. ഭയങ്കര കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മളെ ഈ അവിടെ കൃഷി കാര്യങ്ങൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. എന്നാലും നല്ല രസമാണ് അവിടെയൊക്കെ കാണാനും എടുക്കാനൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചായയൊക്കെ ആയിട്ട് വന്നല്ലോ. അപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ട ചായയാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ കുടിക്കാൻ ഉള്ള ഉദ്ദേശം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എത്തി. അപ്പോൾ അന്ന് ദോശയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നല്ല ദോശയാണ്, നല്ല ദോശയൊക്കെ ദോശയാണ് കേട്ടോ. ഇവിടെ കഴിക്കാനായിട്ട് സാമ്പാറായിരുന്നു. ഈ സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുളി അരക്കത്തില്ല. പിന്നെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ സാമ്പാറിന് പുളി അരക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ടൊമാറ്റോയാണ് ഇടുന്നത്, ചിലർ പുളി അരക്കും. ഞങ്ങളുടെ വീട്ടിലൊക്കെ സാമ്പാറിന് പുളി ചേർക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കുറവായാലും കിട്ടുള്ളൂ. പക്ഷെ എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തിട്ട് അപ്പോൾ ഒരുപാട് ദോശ എനിക്കിങ്ങനെ കൊണ്ടുതരും. നമുക്ക് ഒരു 2 3 4 എത്ര പറഞ്ഞാലും അവരങ്ങനെ ചെയ്യില്ല, കാരണം അതങ്ങനെയാണ് കൊടുക്കുക, ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ. 2 ദോശ സാമ്പാർ അത് നമുക്ക് അത്രയും മതിയാവും. ഉച്ചയൊക്കെ പിന്നെ ചോറ് വെച്ച് കേട്ടോ. ചോറിന് അവർ ഇപ്പോൾ ഞാൻ എടുക്കുന്ന കൂട്ടത്തിൽ പുളിശ്ശേരി കുറച്ച് മറിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അതിലേക്ക് അവർ ഈ 2 പുഴുങ്ങി മുട്ടയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മുട്ട വേണ്ട എടുത്തോളൂ, വേണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അതെങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളതിലൊരു ഫ്രൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. വേറെ മുട്ട ഇത് ഞങ്ങൾ കൊണ്ടുവെക്കോളാം, നിങ്ങൾക്ക് പിന്നെ പൊരിച്ചോണ്ട് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കൂല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചിലർ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു അത്ര ജോലി അവർക്ക് കുറച്ചിട്ടൊന്നും ഇവിടെ അങ്ങനെയല്ല. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമുക്കവർ കൊണ്ടുതരും കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു മുട്ട ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഹസ്ബൻഡിന് എല്ലാം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ കൊണ്ടുപോയി വിളന്ന് കൊടുക്കുന്ന ഞാൻ തന്നെയാണ് വളർന്നത്. അപ്പോൾ മുട്ടയും ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കൂട്ടിയിട്ട് കുറച്ച് പുളിശ്ശേരി പുളിയൊന്നുമില്ല കേട്ടോ. പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റായിട്ട് പൂച്ചത്തെ കാര്യം അങ്ങനെ കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 4 മണിയായപ്പോഴേക്കും വെള്ളം ചായയും അതിന് തന്നെ കൊണ്ടുവന്നു കേട്ടോ. അല്ലാതെ വാഴയ്ക്കപ്പം ഏറെ ഹോസ്പിറ്റൽ അവിടെ എണ്ണയും പഞ്ചസാരയൊക്കെ വളരെ കുറച്ച് രാവിലെ നനച്ചത് വളരെ കുറച്ച് പഞ്ചസാര ഇരിക്കുള്ളൂ. അപ്പോൾ അതുകൂടെയൊക്കെ ആയപ്പോൾ ചായ കൂടെ ആയപ്പോഴത്തേക്കും അതൊരു വൈകിട്ട് സ്നാക്സ് ഇത് നല്ല നീറ്റായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് വൈകിട്ട് നമ്മൾ കുറച്ച് ഒന്ന് നടക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സമയത്ത് അതും അങ്ങനെ സമയം പോകും. കാരണം രാവിലത്തെ പിന്നെ ചികിത്സ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒന്നുമില്ല. വൈകുന്നേരം നമ്മളിങ്ങനെ നടക്കി അവിടെ ഇരുന്ന് കുറച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് നേരം ടി വി കാണും. നമ്മുടെ റൂമിൽ ടി വിയിൽ അവിടെ ഹോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം സമയം അങ്ങനെ സമയം പോകും. പിന്നെ അവിടെ കിടക്കുന്നവരൊക്കെ വൈകുന്നേരം ആകുമ്പോൾ പുറത്തോട്ടൊക്കെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കും. അങ്ങനെ ഒരുപാട് സ്ഥലത്തുള്ള കുറച്ച് പേഷ്യൻ്റേ ഉള്ളൂ, പക്ഷേ അത് നന്നായിട്ട് അവർ നോക്കുന്നുണ്ട്. അതാണ് ഇതൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരുപാട് പേഷ്യൻറ്റിനെ അവർ അലോഡ് ചെയ്തില്ല, വളരെ കുറച്ച് പേഷ്യൻറ്റിനെ നോക്കുന്നതിനില്ല. എന്തായാലും നല്ല രസമായിരുന്നു ആ ഒരു അന്നത്തെ ഒരു ദിവസം. അങ്ങനെ പോയി. പിന്നെ നമ്മളതിൻ്റെ ഇടയ്ക്ക് നമസ്കാരവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പം വൈകുന്നേരം രാത്രിത്തെ ഡിന്നർ വന്നു. അപ്പം അന്ന് പിന്നെ അത് എന്തായിരുന്നു ഇഡ്ഡലിയായിരുന്നു കേട്ടോ. കാരണം രാവിലെ ദോശയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് രാവിലെ ദോശകളും മാവും അരച്ചത് കൊണ്ട് പിന്നെ ഇഡ്ഡലി ആയിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, നമുക്കത് മതി. അപ്പോൾ ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെ ടേസ്റ്റായിരുന്നു. എന്തായാലും അന്നത്തെ ഒരു ദിവസം വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ. വേറെ കുഴപ്പങ്ങളില്ല, നല്ല സന്തോഷത്തോട് പോയിട്ട്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.